ഹലോ ഫ്രണ്ട്സ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി മുട്ടക്കറിയാണ്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. കൂടെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. മുട്ടക്കറി റെഡിയാക്കാനായിട്ട് നമ്മൾ 4 മുട്ട ഇവിടെ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 5 സവോള എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ചെറിയ സവോള ആയതുകൊണ്ടാണ് 5 എണ്ണം എടുത്തത്. അപ്പം നിങ്ങളുടെ കയ്യിൽ വലിയ സവോള ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 എണ്ണം മതിയാവും. അതുപോലെ ചെറിയ കഷ്ണം ഇഞ്ചി, അതേപോലെ 2 കഷ്ണം വെളുത്തുള്ളി, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പിലയും വേണം. പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടിയിട്ടുള്ളത്. ഇവിടെ ഞാൻ മുട്ട വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. Walking alone, the streets are empty. The only thing I can see is my own silhouette. I'm getting stronger, step by step. The clock is ticking, but there's no time for regrets. I've been flying from town to town. ഇവിടെ മുട്ട വേവുന്നുണ്ട്, നമുക്കത് ഇറക്കി മാറ്റി വെക്കാം. അതേപോലെ തന്നെ സബോളയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്കിനി പാചകത്തിലോട്ട് കിടക്കാം. ഇതിനായിട്ട് നമുക്കിനി ചട്ടി ചൂടാക്കാനായിട്ട് വെക്കാം. ഇതിലേക്ക് നമുക്ക് എണ്ണ ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് വേപ്പില ഇട്ട് നമുക്കൊന്ന് ഇതാക്കിയെടുക്കാം. നെക്സ്റ്റ് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും അതേപോലെ തന്നെ ഇഞ്ചിയും പച്ചമുളകും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്ന വരെ ഒന്ന് ഇളക്കി വേവിച്ചെടുക്കുക. നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് നെക്സ്റ്റ് സബോള ആഡ് ചെയ്യണമുണ്ട്. നമുക്ക് ഇതിലേക്ക് സബോള ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ സബോള ഇട്ട് നമുക്ക് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇത് നന്നായിട്ട് വേവുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കുക. അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിനുശേഷം കുറച്ച് ഉപ്പ് കൂടെ നമ്മൾ അതിനകത്തോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വേവിച്ചെടുക്കുക. ഈ സമയത്ത് നമുക്ക് തേങ്ങ ചിരണ്ടി എടുക്കാം. ശേഷം നമ്മൾ അടുപ്പിൽ വെച്ചിരിക്കുന്ന സവോളയൊക്കെ ഒന്നുകൂടെ വെന്തോന്ന് നോക്കിയിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് വെന്താൽ മാത്രമേ അതിൻ്റെ ഒരു രുചിയൊക്കെ നമ്മൾ പിന്നീട് ഇടുന്ന മുട്ടയിലൊക്കെ പിടിക്കുകയുള്ളൂ. നന്നായിട്ട് നമ്മൾ എടുക്കാം. നമുക്ക് ഇതിന് ശേഷം ഈ തേങ്ങ നമുക്കൊന്ന് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ഇതേപോലെയാണ് കൺസിസ്റ്റൻസി നമുക്ക് വേണ്ടത്. നമ്മളിത് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുക. അതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ഇതിനകത്തോട്ട് നമുക്ക് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് സബോളയിലൊക്കെ പിടിക്കുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ട് വെള്ളമായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോണത് നമ്മൾ മസാലപ്പൊടിയാണ്. മസാലപ്പൊടി നമ്മളൊരു 2 ടേബിൾ സ്പൂൺ നമ്മൾ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം.
അതിന് ശേഷം നമ്മൾ 2 ടീസ്പൂൺ മസാലപ്പൊടി കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കടയിൽ നിന്ന് മേടിക്കുന്നതാണെങ്കിൽ അങ്ങനെ എടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ പൊടിച്ചെടുക്കുന്നതാണെങ്കിൽ അങ്ങനെ മതി. അതിന് ശേഷം നമ്മൾ ഇതിലോട്ട് തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കുക. അത് നന്നായിട്ടൊന്ന് നമുക്ക് വേവിച്ച് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത് വേവിക്കുന്ന സമയം കൊണ്ട് നമുക്ക് മുട്ട പൊളിച്ചെടുക്കാം. മുട്ട പൊളിച്ചെടുത്ത് വയ്ക്കുക. എന്നിട്ട് ഇത് തിളച്ചതിന് ശേഷം മാത്രം നമുക്ക് ഇട്ട് കൊടുത്താൽ മതി. നന്നായിട്ട് ഇത്തിരിയൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇവിടെ തിളയൊക്കെ വന്നിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഇവിടെ മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. 4 മുട്ടയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ കുറച്ച് നേരം നന്നായിട്ട് ഇളക്കുക. കാര്യം മുട്ട പൊട്ടാതെ ഇളക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ മുട്ട പൊട്ടിപ്പോവും. അത് നന്നായിട്ട് ഇളക്കി അതേപോലെ തന്നെ ആ മുട്ടയിലോട്ട് നമ്മൾ ഉണ്ടാക്കിയ ഗ്രേവിയൊക്കെ പിടിക്കണം. അപ്പോൾ കുറച്ച് സമയം എന്നുള്ളത് വെക്കണം. ഉപ്പ് കുറവാണോ കൂടുതലാണോ എന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കുക. അപ്പം ഇതാണ് നമ്മുടെ മുട്ടക്കറി. ഇത് നമുക്ക് ബ്രെഡിൻ്റെയോ ചപ്പാത്തിയുടെയോ പാലപ്പത്തിൻ്റെയോ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.